നമസ്കാരം. അഞ്ചക്കള്ള കോക്കാൻ അങ്ങനെ പടം കണ്ടിട്ട് വന്നു. ഇതിനു മുമ്പ് ഈ പടം തിയേറ്ററിൽ ഇങ്ങനെ ട്രെയിലർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഈ പടമൊക്കെ എങ്ങനെ ആരെങ്കിലും കാണാൻ പോകുമെന്നുള്ളത്. പക്ഷെ എത്തിച്ചു എന്നെ തിയേറ്ററിൽ ആ പടം കാണാൻ. പടം കണ്ടതിൽ ഒരു നാടൻ അടിപ്പടം എന്ന് വെച്ചാൽ എടുത്തിരിക്കുന്ന രീതി, കഥയും അത് എടുത്തു വെച്ച രീതിയും വേറെ ലെവല്. കാരണം പടം സ്പീഡിലാണ് അങ്ങനെ പറഞ്ഞു പോണത്. നമ്മുടെ ചെമ്പൻ വിനോദ്, ലുക്മാൻ, പിന്നെ മണികണ്ഠൻ, സെന്തില്, അങ്ങനെ കുറേ പേരുണ്ട്. ജോജിയിലെ ആ ഒരു കഥ ഇങ്ങനെ നോക്കുന്ന ഒരാളല്ല, ആ ഒരു കഥാപാത്രം ചെയ്ത പുള്ളി. പിന്നെ ചെമ്പൻ വിനോദിന്റെ ഒക്കെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ലുക്മാനും അതേപോലെ തന്നെ തോന്നുന്നു. ലുക്മാൻ പിന്നെ ക്ലൈമാക്സിനോട് പവറായി. പിന്നെ ഇതില് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ അങ്കമാലി ഡയറീസിലെ അപ്പാനി രവിന്റെ അളിയനായിട്ട് അഭിനയിച്ചാണ്ട്, പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അവനുണ്ട്. അവന്റെ കൂടെ ഒരുത്തനുണ്ട്, ഒരു കറുത്ത വേഷത്തിൽ ഒരുത്തനുണ്ട്. രണ്ടുപേരും വിന്റേജ് ലുക്കിൽ അഴിഞ്ഞാടി. ഇതിന്റെ ഇടയിൽ കൂടെ, ഈ ഒരു പടം തുടങ്ങുന്നതിന്റെ ഇടയിൽ കൂടെ തങ്കമണിന്റെ ഇഷ്യൂ പറയുന്നുണ്ട്. തങ്കമണിയിൽ ഇതേപോലെ ഒരു മുതലാളി ചെയ്ത് വെച്ച പണിയിൽ മൊത്തത്തിൽ ഇടതുപക്ഷത്തിലൂടെ ചായവാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ് ഈ പടം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഉല്ലാസ് ചെമ്പൻ ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കഥയും ഉല്ലാസ് ചെമ്പനും പിന്നെ വിക്കി പറഞ്ഞ ഒരാളും, രണ്ടുപേരിനെയും കൂടിയിട്ടാണ് കഥ. പ്രൊഡ്യൂസർ ചെമ്പൻ വിനോദൻ ആണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയും പടം എടുക്കാം. ഇതാണ് മലയാള പടം. കാരണം മലയാള പടത്തിൽ ഇങ്ങനെയൊരു ജോണറിൽ പെട്ടൊരു പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇത് ഫാമിലിക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുള്ളതല്ല, പക്ഷെ യുവാക്കളുടെ മേലെ അടിച്ചു കയറുന്ന തരത്തിലുള്ള ഒരു പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അമ്മാതിരി സ്പീഡാണ് പടം. ആ സ്പീഡ് അങ്ങനെ പോയി ഇതിന്റെ പടം ഒന്ന് ലോ ഫേസിലാകുന്നത് ഇതിന്റെ ഫ്ലാഷ് ബാക്ക് വരുന്ന സമയത്താണ്. പക്ഷെ പടം ലാഗല്ല. അതിനുശേഷം പിന്നെ ഈ പ്രസന്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം പട്ടാന്നാണ് കാര്യങ്ങൾ പറഞ്ഞു പോണത്. ഇതിൽ മ്യൂസിക് ഒരു രക്ഷയില്ല. മണികണ്ഠൻ അയ്യപ്പ അറിഞ്ഞ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എമ്മാതിരി സ്കോറാണ് ചെയ്തിട്ട്, എമ്മാതിരി സ്കോർ. ചെവി രണ്ടും അടച്ചിട്ടാണ് തിയേറ്ററിന്റെ വെളിയിലോട്ട് വന്നത്. തുടക്കം തൊട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് വരയ്ക്കും ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മേക്കിംഗ് എന്റെ പൊന്ന് സത്യം നമിച്ചു. എഡിറ്റ് ചെയ്ത ആള് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കുന്നതിന്, പക്ഷെ എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, കഥയും മേക്കിങ്ങും മ്യൂസിക്കും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണിത്. ആ ഒരു കാലഘട്ടത്ത് നടന്ന കഥയും അതിന്റെ ഒരു വച്ചത്, അതിന്റെ കളറിങ്ങും എല്ലാം പക്കയായിട്ടുണ്ട്. പക്ഷെ ഇതേ ഒരു റിയൽ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റിന് അപ്പുറത്ത് തങ്കമണി, അതിൽ നിങ്ങൾ കണ്ടാലറിയാം, ഒരു വിഗ് പോലും നേരെ ചൊവ്വ ഇല്ലാത്ത ഒരു നടനും കൂടെയുള്ള സുഹൃത്തുക്കളുമാണ് നിലവിൽ അവിടെ ഉള്ളത്. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ആ ഒരു പഴയ കാലഘട്ടം, എനിക്ക് തോന്നുന്നു 80 കാലഘട്ടത്തെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ ആ സമയത്ത് വരുന്ന ഇൻസിഡന്റ് കാര്യങ്ങളെല്ലാം, അവരുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, അവിടെയുള്ള ആൾക്കാരുടെ രീതി ആയിക്കോട്ടെ, കടകളായിക്കോട്ടെ, എല്ലാം നമുക്ക് അവരത് ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നാത്ത തരത്തിലുള്ള ഒരു പഴയ കാലഘട്ടത്തിൽ കൊണ്ടുപോകാൻ ഈ ഒരു പടം. ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് എന്ന് പറഞ്ഞ സാധനം തരുന്നില്ല അതിൽ. അഞ്ചക്കള്ള കൊക്കാൻ അതായത് പൊറോട്ടങ്ങൾ, നമ്മുടെ പാലക്കാട് ഇതിൽ പൊറോട്ടങ്ങളിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അതിൽ എല്ലാം അതിൽ ഓരോരോ കഥാപാത്രം, ഒരു സ്ത്രീ മേഘന അങ്ങനെ എന്ത് പറഞ്ഞ പെൺകുട്ടി, അത് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് അഭിനയിച്ച ഫസ്റ്റ് തൊട്ട് ക്ലൈമാക്സ് വരെയുള്ള ആൾക്കാർ വരെ അടിപൊളിയായി ഗംഭീരമായിട്ട് വന്ന് അഭിനയിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ മണികണ്ഠൻ ചേട്ടൻ നമുക്കറിയാലോ, കമ്മട്ടിപ്പാടത്തില് മണികണ്ഠൻ ചേട്ടൻ, പുള്ളി ഇപ്പോൾ കുറച്ച് ആയിട്ട് ഒരേ വേഷങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു പണ്ടത്തെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, നമ്മുടെ ഇതില് മലക്കോട്ടെ വാലിബനായാലും ബ്രഹ്മയുഗത്തിലായാലും ഇപ്പൊ ഇതിലായാലും പുള്ളി എല്ലാം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ സെന്തിൽ, പുള്ളി ക്ലൈമാക്സിൽ കുറച്ചേ ഉള്ളൂ, ആ പുള്ളിന്റെ വേഷവും അതിഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ഇതില് എടുത്തു പറയാൻ, ഈ
കഥന്റെ എഴുതിയ ആളുടെ മൈൻഡ്, ഒരു കഥ പറഞ്ഞു പോയി കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ആ ഫ്ലാഷ് ബാക്കിലോട്ട് വരുന്നിട്ട് ഇത് ഉണ്ടാവാനുള്ളൊരു സാഹചര്യം വിവരിക്കുന്ന ഒരു ഇതുണ്ട്. അസാമാന്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു പടം. കയ്യടിക്കേണ്ട അവിടെ കയ്യടിക്കണം, എന്താ പറയാ, എണീറ്റിക്കേണ്ട എണീറ്റ് നിൽക്കണം, കുളിര് വരണം, എല്ലാ തരത്തിലുള്ള എല്ലാ അനുഭവം ഈ ഒരു പടത്തിന് പോയാൽ കിട്ടും. അങ്ങനെയാണ് എടുത്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് അറിഞ്ഞ് പണിതിട്ടുണ്ട്, നല്ല പണിതിട്ടുണ്ട്. അതിന്റെ ഇടയിൽ എന്താ പറയാ, അതിന്റെ ഓരോരോ ക്രൂ മെമ്പേഴ്സും അടിപൊളി പടത്തിന്റെ ലെവലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ പ്രൊമോഷൻ ലെവലുള്ള വലിയ ഇതില്ല. കാരണം പടം ഒരു 50% ഫുൾ 50% ഇല്ല തിയേറ്ററിൽ ഫുള്ള്. പക്ഷെ ഇങ്ങനെയുള്ള സ്റ്റോറികൾക്ക് ആൾക്കാർ കയറേണ്ടതാണ്, ഇങ്ങനെയുള്ള പടങ്ങൾക്ക്. അങ്ങനെയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു പടം നിലവിൽ ഇങ്ങനെ മാതിരി സ്പീഡിൽ പറഞ്ഞു പോണ കഥ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും 2.5 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം പറഞ്ഞ് തീർക്കണം പറയുമ്പോൾ അസാമാന്യമായിട്ടുള്ളത് തന്നെ. അത് എഡിറ്റിങ്ങിൽ മാക്സിമം ഇട്ടിട്ട് ലെവലാക്കിയിട്ടുണ്ട്. അതിലൊരു ഇന്റർവ്യൂലോട് അടുക്കുന്ന സമയത്ത് ഒരു ഷാപ്പിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ മോനെ എടുത്തു വെച്ച് എൻ്റെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. ക്യാമറ ഇട്ട് കളിക്കുകയാണ്, കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു പാട്ടും, പിന്നെ ഇവരുടെ ഒരു മാസം. അയ്യോ ഒരു രക്ഷയില്ല പറഞ്ഞാൽ അമ്മാതിരി മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ഈ ഒരു പടം. വേറൊന്നുമില്ല, നമ്മുടെ ആ ഒരു പടത്തിന്റെ കഥയും കഥാപശ്ചാത്തലവും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമ്മളൊരു വെട്രിമാരൻ പടം ഉണ്ടല്ലോ, ഈ പോലീസുകാരുടെ അഴിഞ്ഞാട്ടവും അല്ലെങ്കിൽ പോലീസുകാരൻ്റെ അവരിതൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു പഴയ കാലഘട്ടത്തിൽ കാണിക്കുന്ന ഒരു വെട്രിമാരൻ പടമില്ലേ, നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളം പടം തന്നെയാണ്. തമിഴിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നല്ല നല്ല സംവിധായകന്മാരുടെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നമ്മുടെ മലയാള ഫിലിം ഇതിൽ കിട്ടി നമുക്കിപ്പോൾ. ഒരു കർണാടക ബോർഡറിലുള്ള ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. ഒരു സ്റ്റേഷൻ പരിധിയിൽ, ഒരു സ്റ്റേഷനിൽ, ആ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേഷനിൽ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോലീസായിട്ട് വരികയാണ് നമ്മുടെ നടൻ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കൊലപാതകങ്ങളും കാര്യങ്ങളും അതിന്റെ തുടർച്ചയായിട്ട് നടന്നു പോകുന്ന കഥകളൊക്കെയാണ് കഥാപശ്ചാത്തലം. പക്ഷേ ഇത് മോശമായിട്ടുള്ള രീതിയിലെടുക്കും, പക്ഷെ ഇത് മനസ്സിലാവാത്ത രീതിയിലെടുക്കാം. പക്ഷെ ഇത് പുള്ളി നല്ല ലെവലിൽ നമ്മളെ മനസ്സിലാക്കിച്ചിട്ട് ഇരുന്ന് പണിതിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതൊരു ബിഗ് സല്യൂട്ടാണ്. ചെമ്പൻ വിനോദ് എന്റെ പൊന്നു മനുഷ്യ. പിന്നെ പുള്ളിന്റെ അഭിനയം അറിയില്ല, പുള്ളിൻ്റെതായ രീതിയിലുള്ള മികവ് അത് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഉള്ളൂ. പിന്നെ നാച്ചുറൽ ആക്ടിങ് ആണ് പിന്നെ എല്ലാം. ലുക്മാൻ പിന്നെ അങ്ങനെ എന്താ പറയാ, അഴിഞ്ഞാടി അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നിലവിൽ ഇതിലില്ല. ക്ലൈമാക്സിൽ കുറച്ച് പവറായിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ഇതില് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പെൺകുട്ടി ഉള്ളത് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ശ്രീജിത്ത് രവി ആളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫ്ലാഷ് ബാക്കിൽ ഒരു പെൺകുട്ടി, ഇതെല്ലാം എല്ലാവരും അവരവരുടേതായ രീതിയിൽ കറക്റ്റ് ആർട്ടിഫിഷ്യൽ അല്ലാത്ത ലെവലിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പണ്ടത്തെ ഒരു ഇത് എന്നൊക്കെ കാലഘട്ടത്തിൽ നിന്നൊക്കെ പറയുന്ന സമയത്ത്. അതുകൊണ്ട് ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ പറയുന്നത്. നമുക്ക് ആ സൗണ്ട് എക്സ്പീരിയൻസ്, അവരുടെ മേക്കിംഗ് സ്റ്റൈലില് ബെസ്റ്റ് മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ ആണ് ഈ പടം. അതുകൊണ്ട് എന്റെ പൈസ മുതലായി. അതായത് എനിക്ക് ഈ വർഷത്തെ അല്ലെങ്കിൽ ജനുവരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീണ്ടും ഒരു ഹിറ്റ് കൂടി. കാരണം നമ്മുടെ മലക്കോട്ടെ വാലിബൻ അങ്ങനെയുള്ള കുറച്ച് വലിയൊരു പരാജയങ്ങളില്ല, വിരലിൽ എണ്ണാവുന്ന കുറച്ച് പരാജയങ്ങൾ മാത്രം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രൊമോഷനിൽ വന്ന് തിയേറ്ററിൽ വന്ന കളിച്ച പടങ്ങൾ, അല്ലാത്ത കുഞ്ഞു പടങ്ങൾ വേറെ ഉണ്ട്. അതല്ലാതെ അന്ന് ഹിറ്റായതിൽ ഈ ഒരു പടവും കൂടി എടുത്ത് വെക്കേണ്ട തരത്തിലുള്ള ഒരു പടവും അതിന്റെ കഥയാണ്. എനിക്ക് കഥ എന്ന് പറയുന്ന സാധനം ഇതത്രേ ഉള്ളൂ. അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിഷയങ്ങൾ ഒട്ടനവധിയാണ്. അതാണ് ഈ പടത്തിന്റെ മികവ് എന്ന് പറയുന്നത്. അത് മോശമായിട്ട് രീതിയിലും എടുക്കാം, നല്ല രീതിയിലും എടുക്കാം. ഇത് നല്ലതിൻ്റെയും മേലെ വന്ന് എടുത്തു വെച്ച പോലെയാണ് ഈ ഒരു പടം. ആ പൊറോട്ടങ്ങളിൻ്റെതും ആ പാട്ട്, ഒരു തരത്തിലോ പാട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ലാഗ് അടിച്ച് പോകും. ഞാനൊക്കെ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ഈ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങാറുണ്ട്. അങ്ങനെ കണ്ണിലിങ്ങനെ ഉറക്കം വരുന്നത്. പക്ഷെ ഈ ഒരു പടത്തിന്റെ ആ ഒരു പാട്ടാണ് നമ്മളെ എനർജറ്റിക് ആക്കുന്നത്. അങ്ങനെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. എന്തായാലും ഉല്ലാസ് ചെമ്പൻ അടിപൊളി മേക്കിംഗ് ആണ്. മണികണ്ഠൻ അയ്യപ്പൻ അതും വേറെ ലെവൽ മ്യൂസിക്,
ഒന്നുകൊണ്ടും പറയാൻ. നമ്മുടെ KGF അങ്ങനെ നമ്മുടെ മ്യൂസിക് നടന് ഡയലോഗൊന്നുമില്ല ഇതിലങ്ങനെയല്ല. ഇതിൽ മ്യൂസിക് ഉണ്ട്, പിന്നെ നല്ല നല്ല കൈയടിക്കുന്ന തരത്തിലുള്ള ഇതുണ്ട്, പിന്നെ നല്ല രീതിയിൽ മേക്കിംഗ് സ്റ്റൈൽ അടിപൊളിയാക്കിയിട്ടുണ്ട്, നല്ല കളറിങ് ആണ്, അങ്ങനെ സ്റ്റോറി ലെവൽ അടിപൊളിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാം സൂപ്പറാണ്. ഞാൻ പറഞ്ഞ പോലെ അപ്പാനി രവിന്റെ അളിയനായിട്ട് വന്ന അതിൽ അഭിനയിച്ച ആ ഒരു താഴെ വെച്ചൊരു പയ്യൻ, ആ ട്രെയിലറിലൊക്കെ കണ്ടാൽ അറിയും, ആ തൂക്കം കൊണ്ടൊക്കെ നിൽക്കുന്നത്. എൻ്റെ ചങ്ങാതി അവൻ വന്നപ്പോഴാണ് ആ ഒരു പടം ഓണായത്. അവനവൻ്റെ കൂടെയുള്ള പയ്യനും വന്നപ്പോഴാണ് പടം ഓണായത്. ഒരു കൊഞ്ച് സംസാരിക്കും, ഞാൻ അങ്ങനെ ഒരു സംസാരിച്ചിട്ട് വരുന്ന സമയത്ത് കോമഡി അല്ല, സീരിയസ് ആണ്. പക്ഷെ തിയേറ്ററിൽ അവനെ കാണുമ്പോൾ ചിരി, ആ ഒരു തുടക്കം തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ പേടിക്കുന്ന ലെവലിലുള്ള ഒരു ഇൻട്രോ ഇട്ടാണ് പുള്ളി പോയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഫേസ് കണ്ട അപ്പോൾ തിയേറ്റർ ഒന്ന് ഓണായി. അങ്ങനെ ഒരു തരത്തിലുള്ളതാണ് ഈ ഒരു പടം പോകുന്നത്. അവർ അസാമാന്യം രണ്ടുപേരും നമ്മുടെ ഈ പണ്ടത്തെ മറ്റേ തമിഴ് സിനിമകളിലൊക്കെ പഴയ പാട്ടുകളൊക്കെ വെച്ച് ഡാൻസും ഫൈറ്റൊക്കെ ചെയ്യുന്നത് അതേ ലെവലിൽ പിടിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ. അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചബിളാണ്. എന്തായാലും നമ്മുടെ മാർച്ചിൽ വീണ്ടും ഒരു ഹിറ്റും കൂടി തന്നിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയുണ്ട് പടം, രക്ഷയില്ല. കാരണം നമുക്ക് കണ്ടെത്തും മലയാളം പടം തന്നെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് തോന്നും. അങ്ങനെയാണ് അതിന്റെ മ്യൂസിക് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, പടത്തിന്റെ മേക്കിംഗ്.